അയ്യോ വരുന്നു ദൈവമേ, അതിന് വിശക്കുന്നുണ്ടായിരുന്നു. ഈ മുറിക്കകത്ത് കട്ടിലിൽ കമഴ്ന്ന് കിടക്കുകയായിരുന്നു. ഞങ്ങളൊന്നും പെറ്റമ്മയെ തല്ലിക്കൊന്നവനോട് ഞാൻ അവനെ വേണ്ടാന്ന് പറഞ്ഞ് ഡിവോഴ്സ് ചെയ്ത് 2 ലക്ഷം രൂപയും വാങ്ങിച്ചുകൊണ്ട് അവള് പോയി. കാരണമല്ല, അമ്മ കാരണമാണ് ഭാര്യ പോയെന്നാണ് ഞങ്ങളോട് പറയുന്നത്. അത് ആ കുട്ടിയെ കൊണ്ടുവരണമെങ്കിൽ 8 ലക്ഷം രൂപ വേണമെന്നാണ് അവള് പഠിച്ച് കളിയാന്ന് തോന്നുന്നു. ഉണ്ണിക്കെല്ലാമെല്ലാമായിരുന്നു അവൻ്റെ അമ്മ. അച്ഛൻ മരിച്ചതിന് ശേഷം ഈ വീട്ടിൽ ഉണ്ണിയും അമ്മ കനകമ്മയും തനിച്ചായി. ഉണ്ണിക്ക് അമ്മയും അമ്മയ്ക്ക് ഉണ്ണിയും മാത്രം. ഇവരുടെ ലോകത്ത് മറ്റൊരാൾക്കും സ്ഥാനമില്ല. വാർഡ് കൗൺസിലർ എന്ന സ്ഥാനമുള്ളപ്പോഴും കനകമ്മ മകന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തിയില്ല. അവനെ നന്നായി പഠിപ്പിച്ച് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹവും കഴിപ്പിച്ചു. പക്ഷേ ഒരു നാൾ മാവേലിക്കര കല്ലുമല ഗ്രാമം ഞെട്ടി. ഉണ്ണി നാട്ടുകാരോട് ഉറക്കെ പറഞ്ഞ ആ വാക്കുകൾ കേട്ട് ആദ്യം ആരുമൊന്നും വിശ്വസിച്ചില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വരിക, ഞാൻ എൻ്റെ അമ്മയുടെ ജീവൻ എടുത്തു. പിന്നീടുള്ള ആ ചോദ്യം, മകനെ പൊന്നുപോലെ നോക്കിയ ആ പാവ അമ്മയെ എന്തിനവൻ കൊലപ്പെടുത്തി? അവൻ്റെ ഉത്തരം വളരെ സിമ്പിളായിരുന്നു. എനിക്ക് അവളെ വേണം, അവളെ കിട്ടണമെങ്കിൽ പണം വേണം. ആരാണ് അവൾ? അതിന് എന്തിന് കനകമ്മയെ കൊലപ്പെടുത്തി? ചെറുക്കനെ പേടിച്ച് പലപ്പോഴും അവർ ഇവിടോട്ട് ഓടി വരുന്നല്ലേ? അല്ലല്ല, ഇവിടെ അമ്മയും മോനും കൂടാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അമ്മയും മകനും മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയും മകനും കൂടെ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, പലപ്പോഴും ഇവിടുന്നേ അവനെ പേടിച്ച് അതിനെ പേടിച്ച് അവിടെ അടുത്തൊരു വീടുണ്ട്, ആ വീട്ടിലേക്ക് പോയി ഇവിടെ ഉപദ്രവിക്കുമ്പോൾ അത് ശല്യം സഹിക്കുക വയ്യാതെ വരുമ്പോൾ അങ്ങ് ഇവിടുന്ന് 6 കിലോമീറ്റർ അകലം എൻ്റെ സഹോദരിയുടെ വീട്ടില്, അതായത് എൻ്റെ സഹോദരിയുടെ ഇവരുടെ സഹോദരനാണ് എൻ്റെ സഹോദരിയുടെ ഭർത്താവ്. അല്ല, ഞാൻ പറയും ഇത്രയും സൗകര്യങ്ങളൊക്കെ വലിയ വീടല്ലേ ഇതൊക്കെ? വീടാ, പക്ഷെ അത് അവന് പോകേണ്ടതല്ലേ? അല്ല, ഇതെല്ലാം ഒരു ഒറ്റ മകനല്ലേ ഉള്ളു? ഒറ്റ മകനേ ഉള്ളു. പക്ഷെ അവന് കൈകാര്യം ചെയ്യാനായിട്ട് തള്ള എല്ലാം എഴുതി കൊടുക്കണം, രേഖാമൂലം എല്ലാം എഴുതി കൊടുക്കണം. അതൊന്നും അവര് ചെയ്യാത്തതിന്റെ വൈരാഗ്യമാണ് ഈ സംഭവിച്ചത്. ഈ കാണുന്നത് അത് അവന്റെ ഈ മോൻ തന്നെ വെള്ളം അടിക്കുമ്പം അവൻ വയലന്റ് ആകുമ്പോ എറിഞ്ഞ് പൊട്ടിക്കുന്നതാ. അത്രയും പ്രശ്നമായിരുന്നല്ലേ? എനിക്കൊന്ന് അമ്മയൊക്കെ അവസാനമായിട്ട് കഴിവിട്ട് ഡ്രസ്സൊക്കെയാണ് കാണുന്നത്. അവന്റെ ഡ്രസ്സൊക്കെ ശരിക്കും അമ്മയായിരിക്കും കഴുകി കൊടുത്തേക്കുന്നില്ലേ? ഭാര്യയെ കളഞ്ഞ് പോയതിനു ശേഷേ അമ്മയായിരിക്കും ഇവനെ പിന്നെ നോക്കുന്നില്ലേ? പട്ടിയൊക്കെ അനാഥമായല്ലോ. പട്ടി അനാഥമായ ഇവിടുത്തെ പട്ടിയാണ്. അത് ഇന്നലെ മുതൽ ഇങ്ങനെ ദൂരെ മാറി നടക്കുക. അതിനെന്തോ മനസ്സിലായി, എന്തോ സംഭവം ഇവിടെ നടന്നിരിക്കുന്നതായി. അതുകൊണ്ട് വരുന്നില്ല. മറ്റാളുകൾ വിളിച്ചിട്ടും വരുന്നില്ല. പട്ടി ഇങ്ങനെ ദൂരെ മാറി നിൽക്കുവല്ലേ? ദൂരെ മാറി നിൽക്കുക. ഇവിടെ വന്നായിരുന്നു, ഇവിടെ ബോഡി കാണാൻ വേണ്ടി വന്നായിരുന്നു. ഇവിടെ വന്നായിരുന്നു. ബോഡി ഇവിടെ കിടക്കുമായിരുന്നു. ഈ മുറിക്കകത്ത് കട്ടിലിൽ കമഴ്ന്ന് കിടക്കുകയായിരുന്നു. ചോര കുളിച്ച് കിടക്കുന്നു? ചോരയൊന്നുമില്ല, ഒരു മുറിവൊന്നുമില്ല, അല്ലാതെ മർദ്ദനത്തിൽ സംഭവിച്ചതാണിത്. അമ്മ ഇവൻ ഇവിടെ തന്നെ ഉണ്ട്? അവൻ മുകളിലുണ്ട്. ഇവൻ അമ്മയായിട്ട് വാക്കുകാർക്ക് ഉണ്ടായി മദ്യപിച്ച് മർദ്ദനിച്ചിട്ട് മുകളിൽ പോയി കിടന്ന് രാവിലെ വന്ന് നോക്കുമ്പോഴായിരിക്കും മരിച്ചു കിടക്കുന്ന കണ്ട. അപ്പോഴവൻ ഇത് എപ്പോഴേക്കും സംഭവം നടന്നത്? സംഭവം എപ്പോഴോ നടന്നു, രാത്രിയിലായിരിക്കാൻ നടന്നത്. അവൻ രാവിലെ 8:30 ആയപ്പോഴാണ് ശ്യാമിനെ വിളിച്ച് പറയുന്നത്. CPIയുടെ ഒരു നേതാവിനെ വിളിച്ച് പറഞ്ഞ് ആ ശ്യാം ഉടനെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് പോലീസുകാർ വന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ കിടക്കുന്നത്. അമ്മ മരിച്ചു കിടക്കുമ്പോൾ മേളിൽ സുഖമായിട്ടിരിക്കുക. അവൻ മുകളിലാണ്, അവൻ്റെ റൂം മുകളിലാണ്. ശരിക്കും പറഞ്ഞ ഒറ്റപ്പെട്ട സ്ഥലം, ഒരു പേടിപ്പെടുന്ന സ്ഥലം കൂടിയല്ലേ? സ്ഥലമാണ്. ഇനിയിപ്പോ ഈ വീട് ആർക്ക് ചെല്ലും? ഇനിയിപ്പോ അനാഥമായിട്ട് കിടക്കും. കിട്ടേണ്ടതാണ്. പ്രേതഭവനം പോലെ കിടക്കും. ഇനി അപ്പൊ അവനെ ഇറക്കാൻ ആര് പോകാനായി? നിങ്ങളൊന്നും പോകത്തില്ല? ഇല്ലില്ല, ഒരിക്കലും പോകത്തില്ല. സ്വന്തം പെറ്റമ്മയെ തല്ലിക്കൊന്നവനോട് ആരെങ്കിലും അവന് ജാമ്യത്തിൽ വേണ്ടി പോകും? അവന്റെ അമ്മയുടെ സഹോദരൻ മാത്രമേ ഉള്ളൂ. ഇനി അയാള് പോവോ? ആരും പോകില്ല. അത്ര മൃഗീയമായിട്ടാ ചെയ്ത് കളഞ്ഞല്ലേ? ഇവന്റെ അല്ലേ ആ ഭാര്യ കളഞ്ഞിട്ട് പോയിട്ട് പോയില്ലേ? ആ അമ്മയില്ലേ അവനെ നോക്കിയതല്ലേ? അവൻ അത്രയ്ക്ക് അമ്മ നോക്കുന്നുണ്ടായിരുന്നോ? ഒരു കാര്യം ഇടയ്ക്ക് ഇണങ്ങും. അമ്മയും മോനും വലിയോ വഴക്കിട്ടാലും കുറെ കഴിയുമ്പോ അമ്മ എന്തെങ്കിലും വെച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അത് അവൻ കഴിക്കും. വീണ്ടും അമ്മയായിട്ട് വഴക്കാകും. അങ്ങനെ സംഭവിച്ചത്. വഴക്ക് കൂടുന്ന ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളു. എന്റെ പെങ്ങള് പറയുന്ന കേൾക്കാൻ ഇവിടുന്ന് നിലവിളിച്ചുകൊണ്ട് അവിടെ ചെന്നിട്ട് അവൻ എന്നെ ഉപദ്രവിച്ച കാര്യമൊക്കെ സഹോദരി എന്നോട് പറഞ്ഞു കേട്ടില്ല, നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഇവരുടെ കാലം കഴിഞ്ഞാല് ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം ഇവനാണ്. നല്ല കാസ്റ്റീമായിരുന്നു ഇവര്. അത്യാവശ്യം പൈസ ഉള്ള പാർട്ടികളായിരുന്നു. വേറെ സഹോദരങ്ങളൊന്നുമില്ല? ഒന്നുമില്ല, ഈ ഒരു മോൻ മാത്രം. ഇവന്റെ ഭാര്യയായിട്ടൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം കണ്ടിട്ടുണ്ടോ? ഭാര്യയായിട്ട് കൊണ്ടുവന്ന കാലഘട്ടത്തിൽ സന്തോഷമായിരുന്നു. പക്ഷെ പിന്നീട് ഈ അമ്മയും ഭാര്യയായിട്ട് പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പം അത് അവര് തമ്മിൽ തെറ്റലായപ്പം നിൽക്കുകയാണ്. അത് മനസ്സിലായെന്ന് തോന്നില്ലേ? മനസ്സിലായി, ഇവിടെ എന്തോ സംഭവം. ഇനി ഇവന്റെ കാര്യം എങ്ങനെ ആയിരിക്കും? എന്തോ അനാഥമായിട്ട് ഇവിടെ ഒക്കെ നടക്കും ഇങ്ങനെ. അവന് സംഭവം മനസ്സിലായില്ലേ? സംഭവം എന്തോ മനസ്സിലായി, ഇവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നു, ആരെയും കാണാത്തപ്പോഴേ.
ബാ. അയ്യോ വരുന്നു കേട്ടോ. ദൈവമേ, അതിന് വിശക്കുന്നുണ്ടായിരുന്നു. ഒന്നും കൊണ്ടുവന്നതല്ലേ? ഈ പെണ്ണുമായിട്ടൊക്കെ നല്ല സന്തോഷമായിരുന്നു ആദ്യമൊക്കെ സന്തോഷമായിരുന്നു. പിന്നെ രണ്ടുപേരും തമ്മിൽ തെറ്റലായി. തള്ളയും മോളും കൂടെ ഉള്ള തെറ്റലില് അവനുമായിട്ടും തെറ്റലായി. അങ്ങനെ പെണ്ണ് ഡിവോഴ്സായി. അവള് 2 ലക്ഷം രൂപയും കണ്ട് വാങ്ങിച്ചുകൊണ്ട് അവള് പോയിട്ടും ഇവൻ വീണ്ടും അവളുമായിട്ട് കണക്ഷനായി. ഈ അമ്മയോട് സ്വത്ത് എഴുതി വാങ്ങിച്ചതിന് ശേഷം അവളെ കൂട്ടിക്കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവള് ബാംഗ്ലൂരിലാണ്. അവള് പഠിച്ചു കള്ളിയാന്ന് തോന്നുന്നു. അതിൽ അമ്മ എതിർത്തു. പറഞ്ഞാൽ ഇനി അവള് കളഞ്ഞിട്ട് പോകുന്ന പേടി. അതെ, ഈ സ്വത്തെല്ലാം ഇവൻ എഴുതി കൊടുത്തു കഴിയുമ്പോൾ അവള് ഇവനെ ഒരു പക്ഷെ ഉപേക്ഷിച്ചിട്ട് ഈ സ്വത്ത് പിന്നീട് അവനിരിക്കുമല്ലോ എന്നുള്ള പേടി തള്ളയ്ക്കുണ്ടായിരുന്നു. അതാ എഴുതി കൊടുക്കാഞ്ഞത്. അപ്പൊ അവൻ അതിനു വേണ്ടി തള്ളയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അമ്മയുമായിട്ട് നിരന്തരം വഴക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇടപെടാറുണ്ടായിരുന്നു. വീട്ടിൽ വരും, ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ അമ്മയുടെ സഹോദരി ഇവിടെ അടുത്ത ഓലോട്ടിയാമ്പലത്തിൽ താമസിക്കുന്നു. അപ്പം അവരുടെ കുടുംബം അവിടെയാണ് വീട്. അപ്പം അവിടെ പോയി അവിടെ താമസിക്കും. ഞാൻ ദിവസം താമസിച്ച് കഴിയുമ്പോൾ ഇവൻ മോൻ ഇടയ്ക്ക് വിളിക്കും, അമ്മ എനിക്ക് വിശക്കുന്നതൊക്കെ പറയുമ്പം അമ്മയല്ലേ ഓടിങ്ങി പോരും. അപ്പോൾ 2 ദിവസം താമസിക്കും. മീനിനും ഇവരെ ആക്രമിക്കും, ഇവരെ കൊല്ലാനുള്ള ശ്രമം നടത്തും, ഇടിക്കുകയോ മർദ്ദിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ വീണ്ടും പോലീസിലൊക്കെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു. പോലീസുകാർ വിളിച്ച് ഒത്തുതീർപ്പാക്കി ഒപ്പിച്ചൊക്കെ വിടുകയൊക്കെ ചെയ്തു. അപ്പോൾ ആണ് ഈ അമ്മയെ കൊന്നു പറയും വിളിക്കുന്നല്ലോ, ഉടനെ വീട്ടിലോട്ട് ചെന്നോ? ഇല്ല. എൻ്റെ വീട് അങ്ങോട്ട് ജംഗ്ഷനിലാണ്, ടൗണിലാണ്. ഞാനവിടെ തന്നെ പോലീസിനെ ഇങ്ങനെ ഇൻഫോം ചെയ്തു. ഇങ്ങനെ സംഭവം കാണുന്നതിന് പോലീസ് വിളിച്ച് പറയുകയാണ്. കാര്യം ഇങ്ങനെ പോലീസ് കേസ് നേരത്തെ കൊടുത്തിട്ടുള്ള അവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനൊരു മെസ്സേജ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ശരിയാണോന്ന് എനിക്കറിയില്ല. എന്തായാലും അപ്പം ലൊക്കേഷൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അവർ പോയിട്ട് അപ്പോൾ ഈ അമ്മയുടെ നമ്പർ എന്നോട് ചോദിച്ചു. ഞാനത് പറഞ്ഞു കൊടുത്തു. പോലീസുകാർ ഈ നമ്പറിൽ തന്നെ വിളിച്ചു. അപ്പോൾ ഈ പയ്യനെടുത്തു, കൃഷ്ണദാസാണ് പേര്, അദ്ദേഹം തന്നെ എടുത്തു. പോലീസുകാരോട് എന്നോട് പറഞ്ഞ മറുപടി പറഞ്ഞു, ഞാൻ അമ്മയെ കൊന്നു, ഞാൻ കീഴടങ്ങാൻ ഇങ്ങോട്ട് വരികയാണ്. അല്ല, അവന് അത്രത്തോളം അമ്മയോട് വൈരാഗ്യം തോന്നുന്ന കാരണം എന്തുവാ? BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തില്ല. ഇത് വസ്തു ഒരു 10 സെന്റ് സ്ഥലമുണ്ട്. ഇവന് എപ്പോഴും കാശ് വേണം. എനിക്ക് ലഹരി ഉപയോഗിക്കാൻ വേണ്ടി ആയിരിക്കാം. പിന്നെ അദ്ദേഹം കല്യാണം കഴിച്ചിട്ട് ഡൈവോഴ്സായ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അമ്മയും മോനും കൂടെ ചെറിയ തർക്കം ഉണ്ടായിരുന്നു അന്ന് പറയുന്നു. അത് ആ കുട്ടിയെ കൊണ്ടുവരണ 8 ലക്ഷം രൂപ വേണമെന്നാണ്. 8 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് കിടന്ന് ദിവസവും വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത്. അല്ല, ഒറ്റ മോനല്ല, അവനല്ലേ ഇതൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. എല്ലാം അന്നേരം നമ്മൾ പറയുമ്പോൾ എല്ലാം കേട്ട് വിശ്വസിച്ച് പോകും. പക്ഷെ വൈകുന്നേരം ആകുമ്പം എവിടുന്നെങ്കിലും മദ്യമല്ല മറ്റെന്തോ അങ്ങനെ എന്തോ ആണ്, എന്താണെന്ന് നമുക്കറിയില്ല കറക്റ്റ്. ഇഷ്ടപ്പെടുന്ന കോഴ്സാണ് അല്ലായിരുന്നു. അവനൊരു ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. പിന്നെ അവന്റെ താല്പര്യപ്രകാരം അല്ല ഇത് വിട്ടേന്നാണ് പറയുന്നത്. അച്ഛനും അമ്മയും കൂടെ. അങ്ങനെ പിന്നെ അവനെ അവിടെ വെച്ചങ്ങാണ്ട് ഇങ്ങനെ ഈ ഇൻടോക്സിക്കൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരച്ഛനും അമ്മയും അവിടെ പോയി താമസിച്ച് പഠിപ്പിക്കുമായിരുന്നു. ഇവര് ഭയങ്കര ഭക്തരല്ലേ അമൃതാനന്ദമേടെ അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വെച്ചേക്കാത്ത അവസ്ഥയല്ലേ? അത്രയും കലിപ്പാണ് ആൾക്കാർ. നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ട് ഒരു മകൻ അമ്മയെ കൊന്നാലും ആ ദേഷ്യം ഉണ്ടാകുമല്ലോ. എന്തായാലും മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല. നേരെ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നമുള്ള ആളാന്ന് അറിയത്തില്ല. ഇല്ല, ആള് വളരെ നോർമൽ മനുഷ്യനാണ്. വളരെ ഡീസന്റ് മനുഷ്യനാണ്. അത്രേ ഉള്ളൂ. പിന്നെ പയ്യൻ ഇത് അടിച്ചു കഴിയുമ്പോഴുള്ള വിഷയമാണ്. ഈ അമ്മയെ പറ്റി വർക്ക് ചെയ്ത അമ്മയുടെ കൂടെ പാർട്ടി പ്രവർത്തനം നടത്തിയ ആളല്ലേ? സാധാ സ്ത്രീ, എല്ലാ വീട്ടമ്മമാരെ പോലും തന്നെ ഒരു അമ്മയാണ്. അത് പ്രത്യേകിച്ച് അതിനൊത്തിരി ഭക്തി കൂടി. അത് സത്യമാണ്. മാതാ അമൃതാനന്ദമയുടെ ഒരു ഭക്തയാണ്. അതേ ഉള്ളൂ. അപ്പൊ അമ്മ രക്ഷിക്കും എന്നുള്ള വിശ്വാസം ഇവർക്ക് ഉള്ളിലുണ്ടെന്ന് തോന്നും. എപ്പോഴും പറയും അമ്മയെല്ലാം കാത്തോളും, അമ്മ അമൃതാനന്ദമേ കാത്തോളും. അതേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നും ഭക്തി ഓവറായിട്ട് ഉണ്ടായിരുന്നു അല്ലേ എന്ന് എനിക്കറിയില്ല. അച്ഛനും ഭർത്താവിനും ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയല്ല. പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ ലെവലിലാണ് പുള്ളി ജീവിച്ചത് എൻ്റെ അറിവിൽ. മകൻ ഇതിനോട് താല്പര്യമൊന്നുമില്ല? ഇല്ല, മകൻ ഇങ്ങനെ ന്യൂജൻ പിള്ളേരല്ലേ, ആ ലെവലിൽ ബൈക്ക് അടിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അമ്മ പക്ഷെ ഭയങ്കര ഭക്തിയല്ലേ? ഭക്തി. ഇലക്ട്രീഷ്യനായിട്ട് പോകുമായിരുന്നു. കാരണം മറ്റ് ജീവിക്കാൻ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഓരോ കോൺട്രാക്ടർ പോകുമായിരുന്നു. പിന്നെ സ്വന്തമായിട്ടും പോകുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം എനിക്ക് അവസാനമായിട്ട് അതിനെക്കുറിച്ചുള്ള അറിവ്. ഞാനുമായിട്ട് അങ്ങനെ എന്നോട് അധികം സംസാരിക്കത്തില്ല. കാര്യം ഞാൻ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഉപദേശിക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്തൊരു അധികം വരും. ആക്കെ നിന്നിട്ട് അന്നേരം പോകും. അതുവഴി അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അമ്മ പൈസ തരുന്നില്ല എന്നുള്ളതാണ്, വയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഈ മകന്റെ ഏറ്റവും വലിയ. അവന്റെ ഭാര്യ തിരിച്ചു വേണം. ഈ ഭാര്യ എന്തുകൊണ്ട് കളഞ്ഞിട്ട് പോയവനെ?
അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് ഇവന്റെ ഈ സ്വഭാവം കൊണ്ടായിരിക്കുമല്ലോ അല്ലെ? ചുമ്മാ കുടുംബ പ്രശ്നമാണെന്നാണ് പറയുന്നത്. അവൻ പറഞ്ഞ അവൻ കാരണമല്ല, അമ്മ കാരണമാണ് ഭാര്യ പോയെന്നാണ് ഞങ്ങളോട് പറയുന്നത്. ഏതാണ് സത്യം? എന്ത് മെമ്പറെ? പാവപ്പെട്ട ഒരു വീട്ടിലെ പെണ്ണായിരുന്നു. അവന് താല്പര്യപ്രകാരം കല്യാണം നടത്തി കൊടുത്തതാണ്. ഇവര് ഈ സഹോദരന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കുമായിരുന്നു. ഇവനെ പേടിച്ചു അങ്ങനെ ഉണ്ടല്ലേ? ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ സഹിക്കാൻ വയ്യാതെ വരുമ്പോ ഇവനെ സഹോദരൻ വിളിക്കും, അവിടെ വന്ന് താമസിക്കും. പിന്നെ ഇവര് മഠത്തിൽ പോകും. അമൃതാനന്ദ അടുത്ത വിശ്വാസിയായിരുന്നു. ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നത് ഇവർക്ക് കൊറ്റാർകാവ് അമ്പലത്തിന്റെ അവിടെ ഒരു 10 സെന്റ് വസ്തു ഉണ്ട്. അത് വിറ്റിട്ട് അതിന്റെ പൈസ ഇവന് അവന്റെ ഇഷ്ടത്തിന് ദൂർത്തടിക്കാൻ കൊടുക്കണം. ആ ഒരു സംഭവം ഇവര് തയ്യാറാകാത്തതിനുള്ള അല്ല. ഈ വീടുണ്ട്, വേറെ ഒരു വീട് അമ്മയും മോനും കൂടെ മറ്റൊരു വീട്ടിൽ താമസിക്കുകയായിരുന്നു. അപ്പൊ അതിന് വാക്ക് തർക്കം ഉണ്ടായതായിരിക്കാം ഇങ്ങനെ ഈ സ്വത്ത് തർക്കം തന്നെ, അല്ല വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇവന്റെ പെണ്ണിനെ കൊണ്ടുവരാൻ തടസ്സം നിൽക്കുന്ന അമ്മയാണെന്നുള്ള അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. ഇവൻ ഡിവോഴ്സ് ചെയ്തിട്ട് വീണ്ടും ഈ പെണ്ണിനെ അവരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ഉണ്ട്. അതിനെ കൊണ്ടുവരണമെന്ന് ഇവന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് അവർക്ക് കുട്ടികൾ ഉണ്ടാകാത്തതിന് ഈ പണം കിട്ടിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ. അപ്പൊ അത് അമ്മ സമ്മതിക്കാത്തതിന്റെ. അമ്മ എന്തുകൊണ്ട് അമ്മ നന്നായിട്ട് മകന്റെ ഇത് ആഗ്രഹിക്കുവാണെങ്കിൽ അമ്മ സമ്മതിക്കുകയല്ലേ ചെയ്യേണ്ടത്? അല്ല, അമ്മ സമ്മതിക്കാഞ്ഞ ഇതാണെന്ന്. അവള് പിന്നെ ഇവനെ ചതിച്ചിട്ട് പോവോന്നുള്ള, വീണ്ടും ചതിച്ചിട്ട് പോകുന്നുള്ള പേടി കൊണ്ടാണ് അമ്മ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകാഞ്ഞത്. ആ പേടി കാരണം അവളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ ഇവന്റെ കൂടെ ഇറങ്ങി വന്നതാണ്, കളഞ്ഞിട്ട് പോയി. അവള് അവസാനം അവനെ വേണ്ടാന്ന് പറഞ്ഞ് ഡിവോഴ്സ് ചെയ്ത് 2 ലക്ഷം രൂപയും വാങ്ങിച്ചുകൊണ്ട് അവള് പോയി. എന്നിട്ട് വീണ്ടും അടുത്തുകൂടി തിരിച്ചു വരാൻ നോക്കുക. അപ്പൊ ഈ സ്വത്തെല്ലാം അവൾ അടിച്ചുകൊണ്ട് പോകുമെന്നുള്ള പേടി. അപ്പൊ ഇവനാണ് ഈ സ്വത്ത് കൊടുത്തിട്ട് അവളെ കൊണ്ടുവരാനുള്ള ശ്രമം. സ്വത്ത് വിറ്റ് അവളെ ട്രീറ്റ് ചെയ്ത് മക്കളുണ്ടായി അവളുമായിട്ട് ജീവിക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. മക്കളുണ്ടാവാത്ത പ്രശ്നമാണ്. കുഞ്ഞുങ്ങളില്ലായിരുന്നു 7-8 വർഷം ആയിട്ട്. അതുകൊണ്ട് ചിലപ്പോൾ എടുത്ത് കളഞ്ഞിട്ട് പോയതായിരിക്കും അല്ലേ? അതിന്റെ ഇറിറ്റേഷൻ പുള്ളിക്ക് ഉണ്ടല്ലേ? പിന്നെ ഇവൻ ഇത് ഡ്രഗ്സ് ഒക്കെ കഴിക്കുക എന്നുള്ളതാണ് അറിഞ്ഞത്. മദ്യം ശരിക്കും കഴിക്കും, തള്ള ഉപദ്രവിക്കുകയും ചെയ്യുക. അപ്പൊ അതാണ് സംഭവം അല്ലേ? ആ പെണ്ണിനെ കൊണ്ടുവരാൻ തടസ്സം പ്രധാനമായിട്ട് ഒരു വൈരാഗ്യം മനസ്സിൽ കാണും അല്ലേ? അല്ലാതെ മറ്റു വിഷയങ്ങൾ ആരുമായിട്ടും ഇല്ല. ഇവരെ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ട് ഒരു വിഷയങ്ങളുമില്ല. അവിടെ എന്റെ ഈ അളിയെന്ന് പറയുന്ന ഒരു സഹോദരനും എന്റെ സഹോദരിയാണ്. ഇവര് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അവിടോട്ടാ വരുന്നത്. അവര് ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക പരിശോധനയിൽ കാണുന്നത് ഈ വാരിയെല്ലിനെങ്ങാണ്ട് ഒടിവ് പറ്റിയെന്നാണ്. ഇനി അത് വിശദമായിട്ട് റിപ്പോർട്ട് കിട്ടിയെങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റും. പ്രാഥമിക പരിശോധനയിൽ വാരിയെല്ല് ഒടിഞ്ഞു എന്ന് സ്ഥിരം ഉപദ്രവം ഉണ്ടായിരുന്നില്ലേ? സ്ഥിരം ഉപദ്രവിക്കാറുണ്ട്.